ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളെ കഥ ഒരു കായ്പോൾ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് 3 മുട്ട, 4 ടേബിൾ സ്പൂൺ പാല്, 8-9 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ് ഇതിട്ടിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കാഷ്യൂവും റൈസിൻസും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 പഴം ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു കടായി എടുക്കാം. കടായി എടുത്തിട്ട് അതിലേക്ക് നെയ്യ് പറ്റിയതിന് ശേഷം നമുക്ക് മുട്ടേൻ്റെ ആ മിശ്രിതം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഈ പഴം വഴറ്റിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി തിരിച്ചു ഇട്ട് കൊടുക്കാം. ഇനി അവസാനം നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്ക് കഴിക്കാം. മലബാറുകാരുടെ സ്പെഷ്യൽ വിഭവമായിട്ടും ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തായാലും ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അർജുവേട്ടന് ഇനി എന്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ചായ ഉണ്ടാകുന്നത് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷവർമേൻ്റെ കൂടെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ അധികം ചായ തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെ ഈ കായ്പോളേൻ്റെ ഒപ്പറും നമ്മൾ ചായ തന്നെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവം കിടുക്കി.